ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി പടവലങ്ങ തോരനാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പടവലങ്ങ തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ പടവലങ്ങ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം പടവലങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒരു ചെറിയ പീസായിട്ട് നുറുക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ കറിയിൽ വഴറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 പീസ് ചെറിയുള്ളിയാണ്, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കറിയിലേക്ക് കുറച്ച് ഒരു തേങ്ങയുടെ ഒരു മിക്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയുടെ മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒരു 2 പീസ് ചുമന്നുള്ളിയാണ് കേട്ടോ, അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു വെളുത്തുള്ളിയാണ് കേട്ടോ, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമുളകാണ്, ഇതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 2 പച്ചമുളക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പാൻ ഓൾറെഡി ചൂടായിട്ടുണ്ട്, ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളിയും കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ചെറുതായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ഉള്ളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ഒരുപാട് മൂക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പടവലങ്ങ ആഡ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഉപ്പും, ആവശ്യത്തിന് ഉപ്പ്, എല്ലാവരുടെയും ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് അടച്ചു വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഗ്യാസ് വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല. പടവലങ്ങയിൽ നിന്ന് ഇറങ്ങുന്ന ആ വെള്ളത്തിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. ഏത് പച്ചക്കറി ആയാലും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ മൊത്തം. അപ്പോൾ നമ്മുടെ പടവലങ്ങ ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെന്തോന്ന് അറിയാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് കുത്തി നോക്കിയാലും മതിയാവും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്